കോടതി ഇടപെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇദ്ദേഹത്തെ ഈ ശബരിമല വിഷയത്തിന് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരുന്നല്ലോ ഏറ്റവും അവസാനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത്, അയാളെ ഇരുത്തണോ അല്ലെങ്കിൽ ഇരുത്തിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അയാളെ മാറ്റിയാൽ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നൊക്കെ വെച്ചു. അവസാനം പാർട്ടിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ പോക്ക് പോയാൽ പ്രശാന്തിനെയും പൊക്കിയെടുത്ത് അകത്തോട്ട് കൊണ്ടുപോകും. പിന്നെ ഇടയ്ക്ക് വെച്ച് ആരാണ്ടൊരു അട വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രശാന്തൊക്കെ ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ പ്രശാന്ത് മൊഴിയെടുക്കുമെന്ന്. എന്നാലും ആ മൊഴിയെടുപ്പിന് എന്താ സ്പീഡ് കുറവ്. ഇപ്പോൾ SIT സംഘത്തിനകത്ത് ഞൊഴിഞ്ഞേറ്റം നടന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ കൈകാര്യം അതെ ജയറാം എനിക്കൊന്ന് ഈ കേരള നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പോലും പോയി വെളിയിലെങ്ങനെ പോയി അഭിനയിക്കാനാണ് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു എത്ര പറയുമ്പോഴും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷണത്തിനകത്ത് ആദ്യത്തെ ഒരു ഊർജ്ജവും ഇടപെടലും ഒന്നുമില്ല. കാരണം അവരന്വേഷിച്ച് വന്നപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത തിമിംഗലങ്ങളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതിനകത്ത് എന്തിനാ ഇതിനൊക്കെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നേ? DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ മാത്രമാണ്. പുള്ളിക്ക് ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പണി നോക്കി പുള്ളി എടുത്തുകാരനും അല്ലെങ്കിൽ വെളിയിൽ പോകാം. അതിനുശേഷം എനിക്കിവിടെ കോഴിക്കോട്ടിരിക്കണം, മലപ്പുറത്തിരിക്കണം, തിരുവനന്തപുരത്തിരിക്കണം, അത്യാവശ്യം നേതാക്കന്മാരെ കാണണം, ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട. അതുകൊണ്ട് താഴോട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചിരിക്കാൻ പറ്റില്ല. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ആണല്ലോ ഇവിടെ ഉള്ളത്.